ചെയ്തുപോലെ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫ് മിനൽ ജലീൽ, ജലീലായ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം മനുഷ്യനുണ്ടാകും. അതില്ലാതെ പോയ കാലമാണ് ഇപ്പോൾ. പഠിച്ചവനെ കുറിച്ച് എന്ത് പേടിയാണ്? ഒരു ഖതീബായ എന്നെ പേടിക്കുന്ന പേടി പോലും നിങ്ങൾക്കാർക്കും പഠിച്ചവനില്ല. ഞാൻ അങ്ങനെ ഉറപ്പ് പറയുന്നു. നിങ്ങളിൽപ്പെട്ട ഒരാള് പള്ളിയുടെ ഈ മൂലക്ക് ഇരുന്നിട്ട് ഫോൺ ഓൺ ചെയ്തിട്ട് ഗെയിം കളിക്കുക. അന്നേരമാണ് ഞാൻ അവിടുന്ന് അങ്ങോട്ട് കണ്ടത്. നിങ്ങളുടെ അതോ ആരെ എന്നെ പഠിച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞോളൂ. പക്ഷെ ഞാൻ വരുന്നതിന് മുമ്പേ പഠിച്ചോന്ന് നോക്കിയിട്ടില്ലേ? അല്ലാതെ ഈ തിരുഭവനത്തിൽ വെച്ചിട്ട് ഈ ഗെയിം കളിക്കുന്നതും ഈ ഫുട്ബോൾ കാണുന്നതും ഈ ക്രിക്കറ്റ് കാണുന്നതും വേറെ ഫോട്ടോ കാണുന്നതും ഒക്കെ പഠിച്ചോന്ന് ആ പഠിച്ചതിനൊക്കെ എന്തോ ചിന്തിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായോ? നമ്മൾ റൂമിൽ ബെഡ്റൂമിൽ കയറിയിട്ട് ഫോൺ ഓൺ ചെയ്യും. ബെഡ്റൂമിൽ കയറിയിട്ട് സിനിമ കാണുകയാണ്. അന്നേരമാണ് നമ്മുടെ ഭാര്യ പെട്ടെന്ന് അവിടേക്ക് വന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഓഫാക്കില്ല. എന്താ വരേണ്ടത്? നിങ്ങളെ ഭാര്യ അല്ല, അതിനെ കുറിച്ചുള്ള ഒരു പേടി ഭാര്യ കണ്ടുപോയ. നേരെ മറിച്ച് ആ ബെഡ്റൂം നീ വാതിലടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല കാണുന്നില്ലേ? ഇന്ന റബ്ബക ലബിൽ മിർസാദ് എന്നല്ലേ ഖുർആനിൽ 24 മണിക്കൂർ നിന്നെ നോക്കി നിൽക്കുന്നവനാണ് അല്ലാഹു. ആ പേടിക്കാൻ ഇവിടെ നിന്നാണ് അവിടെ വാച്ചുകൾ. ഒരു വാച്ചും ഒരു പേഴ്സും കളവ് പോയി. അതിന്റെ ആളെങ്ങനല്ല, വാച്ചും ഫോണും കളവ്. ഇവിടെ തെരഞ്ഞു നടന്നു അവിടെ കാണുന്നല്ലോ CCTV ഇല്ല. എന്നാലും മനുഷ്യന്റെ പേടി ഞാൻ പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ ഒരാള് വന്നിട്ട് ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, എന്റെ ഒരു പേഴ്സ് കളവ് പോയി. അപ്പോൾ അവനെ കസാല ഇരുത്തി അവരോട് പറഞ്ഞു, അവിടെ CCTV നോക്കട്ടെ. അപ്പോഴേക്കും ഒരു പേടി. അവന്റെ വേറെ 2 സാധനം കിട്ടിയിരിക്കുന്നത്. അത് മറ്റേ കളവ് അയാളുടെ ഫോൺ എടുത്ത CCTV നല്ല പോലെ പേടി. ഇനിയിപ്പൊ പിടിക്കപ്പെട്ടില്ല. ഓ ബാഗ് എടുത്ത് കൊടുത്തു. ഓരോ പേഴ്സുകൾ പോയിട്ടൊന്നുമില്ല. അത് വേറെ കളവായി ഉണ്ടല്ലോ. അവൻ്റെത് പോകുന്നതിന് പിന്നെ അവനെ അന്വേഷിക്കാതിരിക്കേണ്ട വേറെ ഒരു CCTVയെ പേടിക്കുന്നവർ. എന്നാൽ 2 മലായികത്ത് 2 ഭാഗത്തില്ലേ അതിനെ പേടിക്കുന്നവരാണ്. 2 മലായികത്ത് കാണാതെ എന്താ ചെയ്യാൻ കഴിയാണ്? ശ്രദ്ധയിൽപ്പെടാതെ പറയാനോ ചെയ്യാനോ ഒന്നൊരാൾക്ക് സാധ്യമല്ല. എന്താണ് ആ പേടി നമുക്കുണ്ടാക്കുന്നത്? CCTVയേക്കാൾ പേടിക്കേണ്ടതല്ലേ? കാറിന്റെ അടുത്തൊക്കെ പോയി ലോക്ക് ചെയ്ത കാറ് അന്യരായ ആളുകൾ തൊടുമ്പോഴേക്ക് ഓണടിക്കുന്ന കാറുകൾ ഇല്ലേ? അത് കാറിന്റെ പ്രത്യേകത. ആ ഓണ കണ്ട അപ്പുറം ഓടും. കാരണം കള്ളനാണെന്ന് പിടിക്കപ്പെട്ടു പോലെ. എന്നാൽ നമ്മൾ സുജൂദ് ചെയ്യുന്ന ഭൂമി നമുക്ക് അനുകൂലമായിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ സാക്ഷി പറയുന്നത് പോലെ നമ്മൾ തെറ്റ് ചെയ്യുന്ന ഭൂമി അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയും. അത് ഖുർആനാണ്. وقال الإنسان وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها. ഈ ഭൂമിയിൽ വെച്ച് ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് വ്യക്തമായി അല്ലാഹുവിന്റെ മുമ്പിൽ പറയും. നമ്മളെ കൂടെ ഒരു സുഹൃത്ത് നടത്തുമ്പോഴേ
നമ്മൾ അവനെ പറ്റി എന്തെങ്കിലും പറയും. ഞാൻ എന്റെ സുഹൃത്തിനെ വേറെ തന്നെ പോണ ചെറുവനെ പറ്റി ഇവന്റെ കൂടെ പോണതന്നെ പറയൂല. നമ്മളൊരു സുഹൃത്തിന്റെ കൂടെ പോണാൽ നമ്മൾ തെറ്റിയൂല, കണ്ടുപോകുന്നുള്ള പേടിണ്ടാവും. അതുപോലെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് അവയവങ്ങളുണ്ട്. ഒന്ന് കൈയാണ്, ഒന്ന് കാലാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം തുകല്ലിമുനാ ഐദിഹിം വതശ്ഹദു അർജുലുഹും. അങ്ങനെയാണ്. അന്ന് വായകളെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. തുകല്ലിമുനാ മഹ്ശറിൽ മനുഷ്യന് വേണ്ടി നമ്മോട് സംസാരിക്കുക ഐദീഹിം അവരുടെ കൈകൾ കൈകൾ പറയുന്നത് സത്യമാണെന്ന് സാക്ഷി പറയും. അർജുലുഹും അവരുടെ കാലുകൾ. അപ്പൊ എത്ര നോക്കി ഒരു CCTV ഉണ്ടാകുമ്പോഴേക്ക് പേടിപ്പെടുത്തും നമ്മളെ. അല്ലാഹു നോക്കുന്നു, രണ്ട് മലക്കുകൾ ശ്രദ്ധിക്കുന്നു, നമ്മൾ നടക്കുന്ന ഭൂമി ശ്രദ്ധിക്കുന്നു, നമ്മുടെ കൈകാലുകൾ ശ്രദ്ധിക്കുന്നു. ഇതിനെ കുറിച്ച് എന്ത് ചിന്തയാണ് നമുക്കുള്ളത്? അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ എവിടുന്നാണ് നമുക്ക് തെറ്റിയത്? ഏത് ബെഡ്റൂമിന്റെ ഉള്ളിൽ സിനിമ കാണാൻ പറ്റുക? അല്ല കാണുന്നില്ലേ? മലക്കൾ കാണുന്നില്ലേ? നമ്മുടെ കയ്യും കാലും കാണുന്നില്ലേ? ആ ബെഡ്റൂമിന്റെ ഉള്ളിൽ നിന്ന് ഭൂമി കാണുന്നില്ലേ? ഈ നാലെണ്ണതും ആഖിറത്തിൽ മുമ്പിൽ അങ്ങോട്ട് വരൂലേ? നമ്മുടെ കയ്യിലെ കൊണ്ട് നീ ദുനിയാവെന്ന് ചെയ്തതൊക്കെ നീ തന്നെ വായിക്കും. നമ്മളെ കൊണ്ട് തന്നെ വായിപ്പിക്കും. നിന്റെ ശരീരത്തിനോട് കണക്ക് ചോദിക്കാൻ നീ തന്നെ മതി. നിനക്ക് കടത്തില്ല എന്ത് ചെയ്തു? ഭൂമി വരും, കൈകാലുകൾ വരും. അതൊക്കെ പടച്ചവന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷ്യം. നമ്മൾ ചോദിക്കുന്ന കൈകാലുകളോട് ചോദിക്കുന്ന കൈയെന്ന് വേദനിച്ചപ്പോൾ എത്ര ദിവസം ഞാൻ ഉറക്കില്ലാതെ കിടന്നിട്ടുണ്ട്? നിനക്ക് വേണ്ടിയല്ലേ? നിന്റെ കാലെന്ന കല്ലിരണ്ട് കൊട്ടിയപ്പോൾ ആ കാലിന് വേണ്ടി എത്ര ദിവസം ഞാൻ ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്? എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരിൽ സാക്ഷ്യം പറയുകയാണോ? കൈകാലങ്ങളോട് മനുഷ്യൻ ചോദിക്കുന്നു. സംസാരശേഷി നൽകുന്ന പടച്ചവർക്ക് ഞങ്ങൾക്കും അതിനുള്ള സംസാരിക്കാനുള്ള കഴിവ് തന്നു. ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു. ഈ രീതിയിൽ ഈ ചിന്തനാണ് പടച്ചവനെ കുറിച്ചുള്ള അല്പമായ ഒരു ഭയം. 99 ആളെ കൊന്ന മനുഷ്യൻ 100ാമത്തെ ആളെ കൊല്ലുന്നതല്ലേ? ആബിദിനോട് പോയിട്ട് ചോദിക്കാണ്, എനിക്ക് തൗബ ചെയ്ത് മടങ്ങണം, എന്തെങ്കിലും മാർഗമുണ്ടോ? അയാൾ പഠിച്ചിടത്തോളം ആള് പറഞ്ഞു, 99 കൊന്ന ആൾക്കും ഒരു കാരണവശാലും തൗബ സ്വീകരിക്കപ്പെടില്ല, പോയിക്കൊള്ളു. അല്ല എന്താണ് പറയേണ്ടത്? എന്നാ പിന്നെ സെഞ്ചുറിയാണ് ഇതാക്കിയാന്ന് പറയുന്നത്. അയാളെ 100. പക്ഷെ ഈ മനുഷ്യന്റെ മനസ്സിൽ വന്ന പ്രയാസമാകുന്നില്ല. അപ്പൊ ആരൊന്ന് പറഞ്ഞേ, ഇന്ന സ്ഥലത്തിന് പണ്ടിട്ടുണ്ട്, അയാളെ പോയി കണ്ടുകൊണ്ടു. അപ്പൊ അവിടെ ആണ് പറഞ്ഞേ, എന്ത് തെറ്റിയാലും ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും സഹീഹായ തൗബ ചെയ്താൽ പടച്ചറപ്പ്. അതുകൊണ്ട് നീ തെറ്റ് ചെയ്ത് നടന്ന ഒരു നാടാണത്. ഈ നാട്ടിൽ നിന്ന് തൗബ ചെയ്താൽ എന്റെ മനസ്സ് ഇങ്ങനെ നാട് വിടും. അവിടെ അങ്ങനെ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ തളങ്കരയിൽ നിന്ന് അദ്ദേഹം കുമ്പളയിലേക്ക് നാടുവിടുക. മൊഗലാലെത്തിയപ്പോ അയാൾ ആക്സിഡന്റ് ആയി മരിച്ചു.
മുഗലാലത്തിന് അയാൾ കുഴഞ്ഞ പോലെ വെച്ചു റോഡ് പള്ളി. അപ്പോഴാണ് റോഹനെ പിടിക്കുന്ന മലക്കള് വരുന്നേരം ഇല്ലിയിലേക്ക് കൊണ്ടുപോകാൻ റഹ്മത്തിന്റെ മലക്കളും വരും, സിജ്ജീനിലേക്ക് കൊണ്ടുപോകാൻ അദാബിന്റെ മലക്കളും വരും. ഇയാളെടുത്ത് രണ്ട് മലക്കളും ഒരുമിച്ച് വിളിക്കും. ഇല്ലിയിലേക്ക് കൊണ്ടാണ് റഹ്മത്തിന്റെ മലക്കൾ പറഞ്ഞു ഇയാൾ തൗബ ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് ഇയാളെ തൗബനെ സ്വീകരിച്ചു പോയതാ, ഞങ്ങൾക്ക് മുഖം പിടിച്ചു കൊണ്ടുപോകണം. മറ്റൊരു പറ്റൂല, 100 ആളെ കൊന്ന് തെമ്മാടിയാണ് ഇയാളെ സിജ്ജീനിൽ കൊണ്ടുപോകണം. ഹദീസ കഥ പറയുന്നില്ല, ഹദീസ പറയുന്നത് എന്തിന് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ അദാബിനെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകരുത്. പഠിച്ചണം, മനസ്സ് നോക്കണം. അങ്ങനെ ഇവർ തർക്കത്തിലായപ്പോഴാണ് അള്ളാഹു ഒരു മലക്കിനെ അയച്ചത്. ആ മലക്ക് അവിടെ പ്രശ്നം പരിഹരിച്ച്. എന്താ പരിഹാരം? തളങ്കരയിലേക്കും വളർന്നു നോക്കുക, കുമ്പളയിലേക്കും വളർന്നു നോക്കുക. എവിടെയൊക്കെയാണ് അദ്ദേഹം അടുത്തത്? തളങ്കര മുമ്പ് തെറ്റിയ നാടാണ്, കുമ്പള മുമ്പ് തൗബ ചെയ്യാൻ പോകുന്ന നാടാണ്. എവിടേക്കാണോ മൂപ്പര് അടുത്തത് നോക്കുക, അതിന്റെ അങ്ങോട്ടാണെങ്കിൽ റഹ്മത്തിന്റെ മലായിക്കത്തിനെ കൊണ്ടുപോകാം, ഇങ്ങോട്ടാണെങ്കിൽ അദാബിന്റെ മലക്കിനെ കൊണ്ടുപോകാം. അളന്നു നോക്കുമ്പോ നമ്മളുടെ അഭിപ്രായം പറയാം 100 മീറ്റർ ഉണ്ട് അയാളെ എടുക്കുന്നിടത്തുനിന്ന് തളങ്കരയിലേക്ക്, 99 മീറ്ററേ ഉള്ളൂ കുമ്പളയിലേക്ക്. ആരുകൊണ്ട്? റഹ്മത്തിന്റെ മലായിക്കത്തിന് അദ്ദേഹത്തിന്റെ ആത്മാവിനെ ഇല്ലിയീൻ എന്ന് പറഞ്ഞ മഹാന്മാരുടെ ആത്മാവിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. തൗബ ചെയ്യാൻ നേരിട്ടില്ല, ആ കരുത്തുണ്ടായില്ല. ആ ഒരു നിമിത്തെങ്കിലും ഉണ്ടായിട്ട് നമുക്കൊന്ന് നേരെയാവണം എന്ന് ആഗ്രഹിക്കുമ്പോ നമുക്കുള്ള ഏറ്റവും വലിയ ഇസ്രായേലിന്റെ ഹബീബായ മുത്തനബി പോയിട്ട് നിസ്കാരം 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കി കൊണ്ടുവന്നു എന്ന് പറയുന്ന നേരം വേറെ ഒരു കാര്യം പറയാൻ എല്ലാവരോടും മറന്നു പോകുന്നുണ്ട്. ഈ നിസ്കാരം നിർബന്ധമായി വരുന്ന നേരം വേറെ ഒരു ഓഫർ ഈ സമുദായത്തിന് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. എന്താ ഓഫർ? അതേ നിസ്കാരം നിർബന്ധമാക്കിയ അതേ ഹദീസിൽ തന്നെ അത് ആവർത്തിക്കുന്നുണ്ട്. ആ ഓഫർ എന്താ? ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, പക്ഷേ ഫലം അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഒരാള് പറയാണ് ഇന്നത്തെ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കാൻ നാളെ പിന്നെ സുബഹിക്ക് ജമാഅത്തിലേക്ക് എത്തണം, ഇന്ന് ഞാൻ എത്തിയില്ല, നാളെ എന്തായാലും എത്തണം എന്നൊരു തീരുമാനം എടുത്തു. പക്ഷെ അയാളെ ഉറങ്ങിപ്പോയി, ജമാഅത്തിന് എത്തിയില്ല. എന്നാലും ആ നന്മ അദ്ദേഹം ഉദ്ദേശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഒരു ഹസനത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഉദ്ദേശിച്ച നന്മ പ്രവർത്തിക്കുകയോടെ ചെയ്താൽ ഏറ്റവും ചുരുങ്ങിയത് 10 ദറജ പ്രതിഫലത്തിലുണ്ട്, 10 ഇരട്ടി. അത് നമുക്കുള്ളൊരു ഓഫറാണ്. ഒരു നന്മ വിചാരിച്ചാൽ ഒരു നന്മ രേഖപ്പെടുത്തും, ഒരു നന്മ വിചാരിച്ച് ചെയ്താൽ 10 ഇരട്ടി കൂലി രേഖപ്പെടുത്തും. എന്നാൽ ഒരു തിന്മ ഒരാള് വിചാരിക്കുകയാണ് അസർ കഴിഞ്ഞിട്ട് പോയി സിനിമ കാണണം, പക്ഷെ അടത്തെ ടിക്കറ്റ് ഒക്കെ തോന്നിപ്പോയി സിനിമ കാണാൻ കഴിഞ്ഞില്ല. രണ്ടഭിപ്രായം ഉണ്ടായിട്ട് ഒരു തിന്മ ഒരാൾ ഉദ്ദേശിച്ചോ അത് ചെയ്യാതിരുന്നാൽ ഒരു നന്മ രേഖപ്പെടുത്തുന്നുണ്ട്. അതല്ല, ഒരു തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചോ ചെയ്യാതിരുന്നാൽ ഒന്നും രേഖപ്പെടുത്തപ്പെടൂല, തിന്മയിട്ട് വരില്ല. നേരെ മറിച്ച് തിന്മ വിചാരിച്ചോ ആ തിന്മ ചെയ്താൽ ഒരു തിന്മയുടെ 10 ഇരട്ടി. അങ്ങനത്തെ ഒരു ഓഫർ കിട്ടിയ ഒരു സമുദായം കൂടിയാണ്. അതോടുകൂടി നോക്കി റമദാൻ സാധാരണ മാസങ്ങളിൽ തന്നെ
നിസ്കാരത്തിന്റെ